ഹല്ലേലൂയ. പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ പരമപരിശുദ്ധനും സർവശക്തനും നിത്യജീവൻ്റെ ഉടമസ്ഥാവകാശമുള്ള സർവശക്തനായ യേശു ക്രിസ്തു എന്ന രാജാവ്, ആ രാജാവിന് സ്തുതിയും നന്ദി സംഭവിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു വാർത്ത കേട്ടു. ആ വാർത്ത കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ വളരെ ആനന്ദചിത്തനായി. എൻ്റെ ആത്മാവും മനസ്സും സന്തോഷത്തിൽ ആറാടി. എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഇസ്രായേൽക്കാർ ഒരു പുതിയ ഉപകരണം കണ്ടെത്തിയിരിക്കുന്നു. അത് അതിൻ്റെ പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്താണ്? അയൺ ബീം, ലേസർ രശ്മി ഉപയോഗിച്ച് വെടിവെക്കുന്ന പുതിയ സംവിധാനം. പ്രിയപ്പെട്ട സഹോദരരെ, ഇതാണ് എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം. എന്താണെന്നറിയാമോ? ഈ യന്ത്രം നിലവിൽ വന്ന് 8 വർഷം പൂർത്തിയായാൽ ലോകം അവസാനിക്കും. അതായത് ഈ യന്ത്രം ഉപയോഗിച്ച് വേണം നമുക്ക് സൂര്യനെയും ചന്ദ്രനെയും നിശ്ചലമാക്കാൻ. സൂര്യചന്ദ്രന്മാർ കത്തിച്ചാമ്പലാകണമെങ്കിൽ ഈ യന്ത്രം ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടണം. അത് എപ്പോഴെഴുതി വെച്ചിട്ടുണ്ട്, എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും വളരെ വ്യക്തമായി ഒന്നുകൂടെ പറയും. ഇപ്പോൾ അത് ലോകം മുഴുവൻ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അത് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായം 9 അന്ന് മധ്യാഹ്നത്തിൽ സൂര്യൻ അസ്തമിക്കും, നട്ടുച്ചയ്ക്കാൻ ഭൂമിയെ അന്ധകാരത്തിൽ ആഴ്ത്തും. അത് സൂര്യൻ അന്ധകാരത്തിലാകുന്ന സംഭവം എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഒന്നുകൂടെ പറഞ്ഞു. ഇനി ഈ യന്ത്രത്തെ അതേപടി തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച വചനം അയൺ ബീം എന്ന പേര് ഇപ്പോഴത്തേതാണ്. എന്നാൽ മറ്റൊരു കാലഘട്ടം, അത് 3000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനോട് ദൈവമായ കർത്താവ് പിതാവായ ദൈവം സംസാരിച്ചപ്പോൾ എഴുതി വെച്ച വചനരൂപമാണ്. ആ വചനരൂപത്തിൻ്റെ യന്ത്രരൂപമാണ് ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം പ്രിയപ്പെട്ടവരെ. അതിങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 19 അങ്ങയുടെ ചീറിപ്പായുന്ന അസ്ത്രത്തിൻ്റെ പ്രകാശത്തിലും അങ്ങയുടെ തിളങ്ങുന്ന കുന്തത്തിൻ്റെ മിന്നലിലും സൂര്യനും ചന്ദ്രനും തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിശ്ചലമായി. അത് ഒന്ന് വ്യക്തമായിട്ട് ഞാൻ അതേപടി വചനത്തിൽ കൂടെ പറഞ്ഞിരിക്കുന്നത് കാണിക്കാം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനം 11-ാം തിരുവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: മഹാപ്രവാഹങ്ങളെല്ലാം ഒഴുക്കിക്കളഞ്ഞു, ആഴി ഗർജിച്ചു, ഉയരത്തിലേക്ക് അതിൻ്റെ തിരമാലകൾ ഉയർത്തി. അങ്ങയുടെ ചീറിപ്പായുന്ന അസ്ത്രങ്ങളുടെ പ്രകാശത്തിലും അങ്ങയുടെ തിളങ്ങുന്ന കുന്തത്തിൻ്റെ മിന്നലിലും സൂര്യനും ചന്ദ്രനും തങ്ങളുടെ സ്ഥാനത്ത് നിശ്ചലമായി. അതാണ് വചനം. അത് ഞാൻ ചോദിക്കട്ടെ പ്രിയ സഹോദരൻ, എങ്ങനെയാണ് ഈ സൂര്യനും ചന്ദ്രനും അതിൻ്റെ സ്ഥാനങ്ങളിൽ നിശ്ചലമാകുന്നത്? അതുകൊണ്ട് ആദ്യമേ ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞ് അന്ന് നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിക്കും, അന്ന് മധ്യാഹ്നത്തിൽ സൂര്യനെ അന്ധകാരത്തിലാഴ്ത്തും. ഇപ്പോൾ പ്രവാചകൻ അപ്പം നമുക്ക് മനസ്സിലായി, ചീറിപ്പായുന്ന അസ്ത്രം പോലെ അതിവേഗത്തിൽ ചീറിപ്പായുന്ന അത് വ്യക്തമായിട്ട് എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? ചീറിപ്പായുന്ന അസ്ത്രങ്ങളുടെ പ്രകാശം. അസ്ത്രം എന്ന് പറയുന്നത് ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ മിസൈൽ. അങ്ങനെ തിളങ്ങുന്ന കുന്തത്തിൻ്റെ മിന്നൽ, കുന്തം പോലെ അതിൻ്റെ അറ്റം ഇങ്ങനെ കൂർത്താണ്ടിരിക്കുന്ന കുന്തം പോലെ ഇരിക്കും. അത് ചീറിപ്പായും മിന്നൽ വേഗത്തിൽ പോകും. അതെവിടെയാണ് പോകുന്നത്? തങ്ങളുടെ തിളങ്ങുന്ന കുന്തത്തിൻ്റെ മിന്നൽ സൂര്യൻ ചന്ദ്രനും തങ്ങളുടെ സ്ഥാനങ്ങൾ നിശ്ചലമായി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഇസ്രായേൽക്കാർ ഈ അയൺ ബീം കണ്ടുപിടിച്ചു. അത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിതെല്ലാം കണ്ടുപിടിക്കുന്നത്. കാരണം പ്രാർത്ഥിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ച് ഇതിൻ്റെ അർത്ഥം മനസ്സിലായി ഈ പ്രവാചകപരമുള്ള അവരിത് കണ്ടുപിടിച്ച് സംസാരിക്കുമ്പോഴാണ് ഈ യന്ത്രങ്ങൾ കണ്ടുപിടിക്കുന്നത്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു സൂര്യൻ ചന്ദ്രൻ നിശ്ചലമായി അത് കറങ്ങുന്നില്ലെങ്കിൽ എന്തു സംഭവിക്കും? സൂര്യനും ചന്ദ്രനും കറങ്ങുന്നില്ലെങ്കിൽ എന്തു സംഭവിക്കും? ഭൂമി നിശ്ചലമാവും. ഭൂമിയിൽ അന്ധകാരം മാത്രമാണ് അവശേഷിക്കും. അതുകൊണ്ടാണ് ആമോസ് പ്രവാചകൻ അന്ന് നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിക്കും, അന്ന് മധ്യാഹ്നത്തിൽ ഭൂമിയെ അന്ധകാരത്തിലാഴ്ത്തും. അപ്പോൾ അതോട് അനുബന്ധിച്ചാണ് ഒരു വേണ്ട പറയുന്നത് നാഹൂം പ്രവാചകന്റെ പുസ്തകം 1 ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം തിരുവചനം, 2 നാഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം തിരുവചനം. അപ്പോൾ പന്തങ്ങൾ പോലെ പ്രകാശിക്കുകയും മിന്നൽ പോലെ പായുകയും ചെയ്യുന്നു. അപ്പോൾ പന്തങ്ങൾ പോലെ പ്രകാശിക്കുകയും മിന്നൽ പോലെ പായുകയും ചെയ്യുന്നു. അതായത് ഇന്നത്തെ മിസൈലുകൾ നമുക്കറിയാം, ഇവിടുന്ന് ഇറാനിലൊക്കെ മിസൈൽ ആകാശത്തോടെ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ പ്രകാശം ആകാശത്തിൽ ഇങ്ങനെ തിളങ്ങി വളരെ വേഗത്തിലാണ് വരുന്നത്. പന്ത പോലെ പ്രകാശിക്കുകയും മിന്നൽ പോലെ പായുകയും ചെയ്യുന്നത് വളരെ സ്പീഡിലാണ് വരുന്നത്.
ഇത് ഭൂമിയിൽ കൂടെ പ്രകാശിക്കുന്ന ക്രൂയിസ് മിസൈലുകളാണ്. എന്നാൽ ഇതിൻ്റെ തന്നെ ഏറ്റവും ശാസ്ത്ര സാങ്കേതിക വിദ്യ ഏറ്റവും പുരോഗതിയിലുള്ളതാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ. ഈ ഹൈപ്പർസോണിക് മിസൈലുകളെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, 1000-10000 കിലോമീറ്റർ ഉയരത്തിൽ കൂടെയാണ് ഇത് ബഹിരാകാശത്തിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്, ശൂന്യാകാശത്തിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. ആ ശൂന്യാകാശത്തിൽ കൂടെ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകളെ ഭൂമിയിൽ നിന്ന് വെടിവെച്ചിടുക സാധ്യമല്ല, മറ്റ് മിസൈലുകൾ അയച്ച് തകർക്കാനും സാധ്യമല്ല. അതിന് പ്രകാശവേഗത്തിൽ വളരെ വേഗത്തിൽ വരുന്നതിനെ പ്രകാശത്തേക്കാൾ കൂടുതൽ വേഗത്തിൽ ഒന്നും സംഭവിക്കില്ല, സഞ്ചരിക്കില്ല. വേഗത്തിലുള്ള അയൺ ബീമിൽ കൂടെ വരുന്ന ലേസർ രശ്മി ഉപയോഗിച്ച് അതിനെ ഇങ്ങനെ ഒരു മിനിറ്റ് സമയം ഇങ്ങനെ പിടിച്ചാൽ ആ സാധനം അവിടെ തന്നെ കത്തും. അപ്പോൾ ഭീമാകാരമായ ആണവ മിസൈലുകൾ ബഹിരാകാശത്തൂടെ പറന്നു വരുമ്പോൾ ആ സാധനത്തെ ഭൂമിയിൽ മാത്രമല്ല സ്ഥാപിച്ചിരിക്കുന്നത്, ഇനി ചന്ദ്രനിൽ കൊണ്ട് സ്ഥാപിക്കും. അതുപോലെ ഇലോൺ മസ്കിൻ്റെ മറ്റ് ബഹിരാകാശ പേടകത്തെ പോലെ ബഹിരാകാശത്ത് തങ്ങി നിൽക്കുന്ന യന്ത്രങ്ങളിൽ നിന്നും അതിൻ്റെ മുകളിൽ കൂടെ വരുന്ന ആ മിസൈലുകളെ ബഹിരാകാശത്ത് വെച്ച് കത്തിച്ച് തകർക്കുവാനുള്ള സംവിധാനങ്ങൾ ഈ ഒരു 6-7 വർഷം കഴിയുമ്പോൾ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ സംഭവിക്കും. അപ്പോൾ അതുപയോഗിച്ച് ഈ ആയിരക്കണക്കിന് വരുന്ന മിസൈലുകളെ ബഹിരാകാശത്ത് വെച്ച് കത്തിക്കുമ്പോൾ അവിടെ എന്തു സംഭവിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ? അതാണ് ഇരിക്കുന്നത്. അങ്ങയുടെ ചീറിപ്പായുന്ന അസ്ത്രത്തിൻ്റെ പ്രകാശത്തിലും ഒഴുകഴിഞ്ഞു. അങ്ങയുടെ ചീറിപ്പായുന്ന അസ്ത്രങ്ങളുടെ പ്രകാശത്തിലും അങ്ങയുടെ തിളങ്ങുന്ന കുന്തത്തിൻ്റെ മിന്നലിലും സൂര്യനും ചന്ദ്രനും തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിശ്ചലമായി. ഈ വചനമൊക്കെ ചുമ്മാ ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് പ്രിയപ്പെട്ട സഹോദരൻ, ഏതാണ്ട് 3 യുഗങ്ങൾക്ക് മുമ്പ്, 3000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കപ്പെട്ടതെന്നാണ് 2025 സെപ്റ്റംബർ മാസം 10-ാം തീയതിയാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്, യന്ത്രം പുറത്തു വന്നിരിക്കുന്നത്. 3000 വർഷങ്ങൾക്ക് മുമ്പ് വചന രൂപത്തിൽ എഴുതി വെച്ചു. 2025 സെപ്റ്റംബർ 10-ാം തീയതിയോ അല്ലെങ്കിൽ ഒരു 2 വർഷം മുമ്പ് കൂട്ടിയോ എൻ്റെ അത്രങ്ങളൊക്കെ കണ്ടുപിടിക്കപ്പെട്ടിരുന്നത്. 2 വർഷം വരെ 2025 കൂട്ടിയാൽ മതി. 2025 ഇത് യന്ത്രമായി പുറത്തു വന്നു. ഈ വസ്തുക്കൾ ഉപയോഗിച്ച് ബഹിരാകാശത്ത് കൂടെ വരുന്ന ഹൈപ്പർസോണിക് മിസൈലുകളെ, ആണവ മിസൈലുകളെ കത്തിച്ചാൽ അപ്പട്ട വലിയ ഭീമാകാരമായ സ്ഫോടനം നടക്കും. അതുകൊണ്ടാണ് യേശയ്യാപ്രവചനത്തിൽ പറഞ്ഞ് ആകാശം തെറുത്തുമാറ്റി ചുരുൾ പോലെ അപ്രത്യക്ഷമായി, ആകാശം തെറുത്തുമാറ്റി ചുരുൾ പോലെ അപ്രത്യക്ഷമായി വലിയ ശബ്ദം കേൾക്കാം. മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധം, മനുഷ്യ കാതുകൾക്ക് കേട്ടാൽ ബോധം കെട്ട് വീഴുന്ന രീതിയിലുള്ള ഭീമാകാരമായ ശബ്ദം, തെറുത്തുമാറ്റി ചുരുൾ പോലെ ആകാശം അപ്രത്യക്ഷമായി. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഭൂമിയും സൂര്യനും ചന്ദ്രനും തങ്ങളുടെ സ്ഥാനത്ത് നിശ്ചലമായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് അത് വ്യതിചലിച്ചു. അതിൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് അത് ഇരുണ്ടുപോയി. അതവിടെ തന്നെ അതിൻ്റെ ക്ഷതം സംഭവിച്ചു. ഭ്രമണപഥത്തിൽ നിന്ന് അത് മാറി. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇരിക്കുന്നത്? ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, അവയ്ക്കൊരു സങ്കേതവും ലഭിച്ചില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ യേശുവിൻ്റെ രാത്രിയുടെ ഡേറ്റിന് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പ്രിയപ്പെട്ടവരെ സംഭവിച്ച് നമ്മുടെ കൺമുമ്പിലേക്ക് വന്നിട്ടും പ്രിയ ക്രിസ്ത്യാനികളെ, കത്തോലിക്ക സഭയെ, മെത്രാന്മാരെ, അച്ഛന്മാരെ, നിങ്ങളുടെ കണ്ണ് തുറക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ കഴിവുണ്ടോ? എന്തുകൊണ്ട് എടുക്കുന്നില്ല? എന്തുകൊണ്ട് ജനത്തെ ഒരുക്കുന്നില്ല? പ്രിയപ്പെട്ടവർ, ഇതൊക്കെ പരമസത്യമായി നമ്മുടെ മുമ്പിലേക്ക് വന്ന് നാളെ ഈ ആണവ സ്ഫോടനമുണ്ടായി സൂര്യനിൽ നിന്ന് അപ്രത്യക്ഷമായി ഈ ഭൂമി കത്തിച്ചാമ്പലാകുമ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നിത്യപാതാളത്തിലേക്ക് തള്ളപ്പെടാനുള്ളതല്ല, നിത്യജീവനിലേക്ക് എടുത്തു മാറ്റാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായി ഈ വചനം എന്താണ്, ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്ന വചനം ആരെങ്കിലും വായിച്ചാൽ മനസ്സിലാകുമോ? എന്നാൽ ഇന്നത് യാഥാർത്ഥ്യബോധത്തോടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സർവ്വശക്തനായ ഒരുക്കപ്പെട്ട ചില വ്യക്തികളൂടെ കേൾക്കുമ്പോൾ മാനസാന്തരപ്പെട്ടുള്ള പശ്ചാത്താപത്തിലേക്ക് ഒന്നുമില്ല, അനുതാപത്തിലേക്ക് ഒന്നുമില്ല, രൂപാന്തരപ്പെട്ടുള്ള യേശുവിന് വേണ്ടി വരിക. തൻ്റെ സർവ്വജീവനും ജീവിതവും സമ്പത്തും സ്വത്തും സമയവും സാഹചര്യവും പശ്ചാത്തലവും ആരോഗ്യവും സമയം മുഴുവനും ക്രിസ്തുവിന് വേണ്ടി, യേശുവിന് വേണ്ടി ചെലവഴിക്കണം പ്രിയ സഹോദരങ്ങളെ. അത് ജോലി രാജിവെച്ചിട്ട് യേശുവിൻ്റെ സന്നിധിയിലേക്ക് വരണം. അവധി എടുക്കണമെങ്കിൽ അവധി എടുത്ത് വന്നിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. എന്തു വില കൊടുത്തും സർവശക്തനായ യേശു ക്രിസ്തുവിന് കൂടെ നിത്യജീവനിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ, സൂര്യനും ചന്ദ്രനും അവിടെ നിശ്ചലമായാൽ ഭൂമിക്ക് എന്തു സംഭവിക്കും? അതുകൂടി നമ്മൾ പഠിക്കണം. ഭൂമി കത്തിച്ചാമ്പലാവും. അതാണ് 1 പത്രോസ് 3:7 പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളെ കത്തി നശിക്കും. അതുകൊണ്ട് മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും. മൂലപദാർത്ഥങ്ങൾ വരുന്ന അറ്റോമിക് എക്സ്പ്ലോഷൻ, വിസ്ഫോടനം,
ആണവ സ്ഫോടനങ്ങൾ സംഭവിക്കും. അത് പത്രോസ്ലിയ എഴുതി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട. ബാക്കി പ്രവാചകന്മാർ അതിൻ്റെ ബാക്കി വെളിപ്പാട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ ലോകത്ത് വന്നു കഴിഞ്ഞു. അയൺ ബീം. നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇസ്രായേൽക്കാർ ഒരു യന്ത്രം കണ്ടുപിടിച്ചു, യുദ്ധ ടാങ്ക് കണ്ടുപിടിച്ചു, അയൺ ഡോം കണ്ടുപിടിച്ചു, ഒരു യന്ത്രം കണ്ടുപിടിച്ചു, റഡാർ കണ്ടുപിടിച്ചു, അവർ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു. അതിനെന്താ പ്രശ്നം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിന് ആർക്ക് ഛേദം? എന്തെങ്കിലും ഛേദമുണ്ടോ? അവർ കണ്ടുപിടിക്കട്ടെ, അത് വിൽക്കട്ടെ, ആ യുദ്ധം ചെയ്യട്ടെ, നമുക്കെന്ത് ഛേദം? ഹല്ലേലൂയ. പ്രിയ സഹോദരേ, ആ വചനത്തിൻ്റെ അഗാധങ്ങളിൽ എഴുതി വെച്ചിട്ട് വചനത്തിൻ്റെ ആഴങ്ങൾ പഠിക്കണം. നാഹൂം 1, ഹബക്കൂക്ക് 3:10, 2 നാഹൂം 2:4. അന്ന് എഴുതിയിരിക്കുകയാണ്, അങ്ങയുടെ ചീറിപ്പായുന്ന അസ്ത്രത്തിൻ്റെ പ്രകാശത്തിലും അങ്ങയുടെ തിളങ്ങുന്ന കുന്തത്തിൻ്റെ മിന്നലിലും സൂര്യനും ചന്ദ്രനും തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിശ്ചലമായി. നാഹൂം 2:4 പറയുന്നു, അവ പന്തങ്ങൾ പോലെ പ്രകാശിക്കുകയും മിന്നൽ പോലെ പായുകയും ചെയ്തു. മിന്നൽ എന്ന് പറഞ്ഞാൽ മാക് 23, 33, 34 എന്ന് പറഞ്ഞിട്ട് ഒരു കണക്കുണ്ടായിരുന്നു. ആ കണക്ക് എനിക്കറിയത്തില്ല, നിങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷേ അത്രമാത്രം മിന്നൽ പോലെ ഹൈ സ്പീഡിൽ പായുന്ന ആ മിസൈലുകളെ തകർക്കണമെങ്കിൽ ഈ അയൺ ബീം എന്ന സാധനം ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടണം. സൃഷ്ടിക്കപ്പെട്ട ഈ വസ്തുക്കൾ കൊണ്ട് വേണം ആണവ മിസൈലുകളെ അവിടെ വെച്ച് കത്തിക്കാൻ. അപ്പോൾ അവിടെ കത്തിയാൽ കത്തുമെന്നും കത്തിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുമുള്ള കാര്യമാണ് ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും അപ്രത്യക്ഷമാകാൻ. പ്രിയപ്പെട്ടവരെ, അതിനി എത്ര വർഷമുണ്ട്? 8 വർഷങ്ങൾ. 2033 യുഗാന്ത്യം, പിന്നെ വരും 45 ദിവസം. അതിന് കണക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പരമ സത്യമാണ്. പ്രപഞ്ചത്തിൽ ഈ വസ്തുക്കൾ ഹൈപ്പർസോണിക് മിസൈൽ കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞു, ആണവ മിസൈൽ കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞു, ആണവ ആയുധങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ ആണവ മിസൈലുകളെ, ബഹിരാകാശത്തൂടെ പോകുന്ന ആണവ മിസൈലുകളെ ബഹിരാകാശത്ത് പിടിച്ച് കത്തിക്കാനുള്ള യന്ത്രമാണ് അയൺ ബീം. അതിപ്പോൾ കണ്ടുപിടിച്ച് പ്രായുതലത്തിൽ വന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏതു നിമിഷവും ഭൂമി അതിൻ്റെ ബഹിരാകാശത്തുള്ള ആണവ സ്ഫോടനത്തിൻ്റെ ശക്തിയുണ്ട്. ഭൂമിയിലിരിക്കുന്ന കടലിലിരിക്കുന്ന ആണവായുധങ്ങൾ സ്വയം പൊട്ടും. അതങ്ങനെ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ആണവ മിസൈലുകളും ചന്ദ്രനിൽ കൊണ്ട് വെച്ചിരിക്കുന്നതും ബഹിരാകാശത്തിൽ പോകുന്നതും കടലിനുള്ളിൽ വെച്ചും ഭൂമിക്കടിയിൽ വെച്ചതും എല്ലാ ആണവ മിസൈലുകളും ഒരൊറ്റ ദിവസം ഒറ്റ സെക്കൻഡിൽ പൊട്ടും. അത് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വചനം പറഞ്ഞിട്ടുണ്ട്. അത് സെഫാനയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ വളരെയേറെ സന്തോഷമാണ്. ഇതൊക്കെ കാണുമ്പോൾ പേടിയല്ല എനിക്കുണ്ടാകുന്നത്, ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എനിക്ക് കർത്താവ് തന്ന ജ്ഞാനത്തിന് വരവ് വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങെത്തി. ഇതാരും വിശ്വസിക്കണ്ട, ആരും വിശ്വസിക്കുമില്ല, ആരും വിശ്വസിക്കാൻ വേണ്ടി പറയുമല്ല. പക്ഷേ ഈ സകല സൃഷ്ടികളോടും നീ പോയി സകല സൃഷ്ടിയോടും കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞാൽ സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നു. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. സൃഷ്ടി ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യുന്നു പറയുമ്പോൾ മരണം എന്നേക്കും മാറ്റി ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റി. മരണമെന്ന് ഒരു ജീർണത, നാശം, അതോടെ ചേർന്ന് വരുന്ന ദുഷ്ടത, കോപം, വൈരാഗ്യം, വിദ്വേഷം, എല്ലാം പൈശാചിക ശക്തിയുടെ എല്ലാവിധ മാലിന്യങ്ങളെയും എടുത്തു മാറ്റി നിത്യജീവന്റെ ഉടമസ്ഥാവശ്യമുള്ള സർവശക്തനായ യേശു ക്രിസ്തു പാർക്കുന്ന, സർവശക്തനായ ദൈവം പാർക്കുന്ന ആ നിത്യമഹത്വത്തിലേക്ക് മനുഷ്യനെ എടുത്തു മാറ്റുന്ന, പ്രപഞ്ചത്തെ വിഭജിക്കുന്ന, പ്രപഞ്ചം എന്ന സംഭവം മാറ്റപ്പെട്ട് ഒന്ന് പാതാളവും ഒന്ന് സ്വർഗവും മാത്രമായിട്ട് മാറ്റപ്പെടുന്ന അതിഭയാനകവും മാനുഷിക ബുദ്ധിക്ക് അപ്രാപ്യവും അതിനിഗൂഢ രഹസ്യവുമായ ഈ സംഭവത്തിൻ്റെ യന്ത്രങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്കൊന്നും ഒരു പേടിയുമില്ല, നമുക്കൊന്നും ഒരു വിഷമമില്ല. നാം എപ്പോഴും പാസ്പോർട്ടുകൾ കൂട്ടിയിടുക, അത് ഹന്നാമ്പെള്ളം തളിക്കുക, പിറ്റേ ദിവസം കാനഡയ്ക്ക് കയറുക, അമേരിക്ക കയറുക. ഇങ്ങനെ വ്യർത്ഥത കൊണ്ട് മനുഷ്യൻ, വ്യർത്ഥത എന്ന് പറഞ്ഞ മകന് പൊയ്മുഖം കൊണ്ട് മനുഷ്യൻ ജീവിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഹബക്കൂക്ക് 3:10, നാഹൂം 2:3, ആമോസ് 8:9 അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? അന്ന് മധ്യാഹ്നത്തിൽ സൂര്യൻ അസ്തമിക്കും, നട്ടുച്ചിക്കാൻ ഭൂമിയെ അന്ധകാരത്തിലാഴ്ത്തും. ആ ദിവസമൊക്കെ. അതുകൊണ്ട് ദാനിയേൽ പുസ്തകം പറഞ്ഞിരിക്കുന്നത് അത് മഹായുദ്ധത്തെക്കുറിച്ചുള്ളതായിരുന്നു. അത് സംഭവം ഭാവിയെക്കുറിച്ചുള്ളതാണ്. നീ വചനങ്ങൾ മുദ്രിതമായിട്ട് സൂക്ഷിക്കേണ്ട, എല്ലാം തുറന്നു പറഞ്ഞുകൊള്ളുക. കാരണം ആരെങ്കിലും ഒരാൾ യേശു ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതത്തെ മാറ്റിവെച്ച് രക്ഷപ്പെട്ടോട്ടെ. കാരണം ഇനിയിപ്പോൾ ഒരു മുന്നറിയിപ്പ് ക്ലാസ്സുകൾ തരാൻ ആരും നിങ്ങൾക്കും ഉണ്ടായിരിക്കില്ല. ഇതൊക്കെ ഒരു അവസാന മുന്നറിയിപ്പ് ക്ലാസ്സുകളാണ്. ഈ ക്ലാസ്സുകൾ ഭൂമിയിൽ എവിടെ തപ്പിയാലും നിങ്ങൾക്ക് കിട്ടിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുങ്ങിക്കോ. യേശുവിൻ്റെ വരവ് തൊട്ട് പടിവാതിക്കലാണ്. 2027 ആഗോള 3-ാം ലോക മുഖായിത്വം പൊട്ടിപ്പുറപ്പെടുന്നു.
അത് 7 വർഷത്തെ യുദ്ധം മുന്നോട്ട് പോയി യുഗം അവസാനിക്കും 2033 അതിനുശേഷം വരെ 45-ാമത്തെ ദിവസം ഈ സംഭവം, ഈ ആണവ മിസൈലിൻ്റെ സ്ഫോടനം, സൂര്യനും ചന്ദ്രനും ഭൂമിയും അപ്രത്യക്ഷമാവുന്നു. കർത്താവ് കണക്ക് പ്രകാരം പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിശ്വസിക്കേണ്ട, ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു രൂപാന്തരീകരണത്തിനായിട്ട് എൻ്റെ മനസ്സിനെ, എൻ്റെ ആത്മാവിനെ, എൻ്റെ ശരീരത്തെ ഒരു രൂപാന്തരീകരണത്തിൽ ഒരു കേവലം മാനസാന്തര പശ്ചാത്താപം കൊണ്ട് കാര്യമില്ല. പ്രിയ സഹോദരങ്ങളെ, ഒറ്റ സെക്കൻഡിൽ പശ്ചാത്തപിച്ച് അനുദപിച്ച് വിശുദ്ധി പ്രാപിക്കുന്നതിനാണ്. ഒറ്റ സെക്കൻഡിൽ ഒരാളുടെ രൂപാന്തരീകരണത്തെയാണ് രൂപാന്തരീകരണം എന്ന് പറയുന്നത്. ഒറ്റ സെക്കൻഡിൽ അവൻ ക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടണം, ഒറ്റ സെക്കൻഡിൽ അവൻ മാനസാന്തരപ്പെടണം, ഒറ്റ സെക്കൻഡിൽ വിശുദ്ധി പ്രാപിക്കണം, ഒറ്റ സെക്കൻഡിൽ ക്രിസ്തുവായിട്ട് മാറണം, ഒറ്റ സെക്കൻഡിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം, ഒറ്റ സെക്കൻഡിൽ അവൻ യേശുവിൻ്റെ മകനായി രൂപാന്തരപ്പെടാൻ പറ്റുന്ന പശ്ചാത്തലം എവിടെയുണ്ടോ അവിടെ പോയി നിങ്ങൾ രൂപാന്തരപ്പെട്ടുകൊള്ളുക. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് രൂപാന്തരപ്പെടാൻ, മാനസാന്തരപ്പെടാൻ, കുമ്പസാരിക്കാൻ സഭയോ സംവിധാനങ്ങളോ ഇല്ലാതെ വരുമെന്നും കൂടെ ഓർത്തു വെക്കുക. പ്രിയപ്പെട്ടവരെ, സൂര്യനും ചന്ദ്രൻ നിശ്ചലമായാൽ ഭൂമിയിൽ എന്തു സംഭവിക്കും? പഠിക്കണം, 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 അറിയണം. അറിവില്ലെങ്കിൽ അറിയാവുന്നവർ ചോദിച്ച് പഠിക്കണം പ്രിയ സഹോദരങ്ങളെ. ഇല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടി വരും. അതാണ് പ്രശ്നം. അറിയത്തില്ലാത്തവരെ സർവശക്തനായ ഈശോ പഠിപ്പിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രിയ സഹോദരനെ, സക്രിയ പ്രവചന പുസ്തകം നമുക്കറിയാം. സക്രിയ 9:5, സക്രിയ 12:4, ഹബക്കുക്ക് 3:10, നാഹും 2:10, വെളിപാട് 13:15, 2 പത്രോസ് 3:10, ലൂക്ക 21:27, മർക്കോസ് 13:24. ഇതിനകത്തെല്ലാം ഈ സംഭവങ്ങൾ വ്യക്തമായിട്ട് എന്ന് ലോകം അവസാനിക്കും, എങ്ങനെയാണ് ലോകം അവസാനിക്കുന്നത്, സൂര്യനെയും ചന്ദ്രനെയും പലപ്പോഴും ഇപ്പോഴും പലരുടെയും കമൻറ്റുകളിൽ കൂടിയും പലവട്ട് നേരിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അവർ സൂര്യനും ചന്ദ്രനും ഒരിക്കലും അപ്രത്യക്ഷമാകില്ല സഹോദര. അതങ്ങനെ നിൽക്കും. ഭൂമി ഒരിക്കലും ആണവ സ്ഫോടനത്തിൽ കത്തിച്ചാമ്പലാകില്ല. 2 രാഷ്ട്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആ രാഷ്ട്രങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണവ വിസിലിട്ട് ആ രാഷ്ട്രങ്ങളില്ലാണ്ടാവും. പ്രപഞ്ചം അങ്ങനെ നിലനിൽക്കും. ഇതിനൊന്നും ഒരു കുറവും വരില്ല, ഒരു പ്രശ്നവും വരില്ല. നിങ്ങൾ പേടിക്കുകയോ ഇങ്ങനെ വിഷമിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സംഭവമില്ല, ഒന്നും. എന്നാൽ ഇതാ അതിൻ്റെ ആയുധങ്ങൾ വരെ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ആയുധങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ക്വാണ്ടം കമ്പ്യൂട്ടർ, AI റോബോട്ടുകൾ, ഇതൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അല്ലാതെ വെറുതെ ഒരു ഭാവന ശാസ്ത്രമങ്ങൾ പുരോഗമിച്ച് ചെയ്യുന്നതല്ല. ശാസ്ത്രം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവ് എഴുതി വെച്ച വചനത്തിൻ്റെ പിന്തുടർച്ചയാണ്. അതിൻ്റെ വചനരൂപത്തിൻ്റെ വസ്തുരൂപമാണ് ഈ യന്ത്രങ്ങളെല്ലാം. അപ്പോൾ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഹബക്കുക്ക് 3:10 അവിടെ വ്യക്തമായിട്ട് അങ്ങനെ തന്നെ എഴുതി വെച്ചു. അതുകൊണ്ട് എത്രയും ഊന്നി പറയുന്നത്. ആ വചനൊന്ന് വായിച്ചു നോക്കണം പ്രിയപ്പെട്ടെ. എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? അങ്ങയുടെ ചീറിപ്പായുന്ന അസ്ത്രങ്ങളുടെ പ്രകാശത്തിലും അങ്ങയുടെ തിളങ്ങുന്ന കുന്തത്തിൻ്റെ മിന്നലിലും സൂര്യനും ചന്ദ്രനും തങ്ങളുടെ സ്ഥാനത്ത് നിശ്ചലമായി. അതങ്ങനെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അതെങ്ങനെ നിശ്ചലമാകുന്ന പ്രിയ സഹോദരങ്ങളെ പറയുന്നത്? അത് നമുക്ക് എങ്ങനെ മനസ്സിൽ ചിന്തിക്കാൻ പറ്റും? അതിനുള്ള യന്ത്രങ്ങൾ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടു. ആണവ സ്ഫോടനങ്ങൾ, ഭീമാകാരമായ ആണവ സ്ഫോടനങ്ങൾ ബഹിരാകാശം സംഭവിക്കും. അതിൻ്റെ ചൂട് യേശുപ്രവചനം പറഞ്ഞിട്ടുണ്ട്. 7 ദിവസത്തെ സൂര്യൻ ഒന്നിച്ചുദിച്ചാലുണ്ടാകുന്ന പ്രകാശമുണ്ടാകും. 7 ദിവസത്തെ ചന്ദ്രൻ ഒറ്റ ദിവസം ഉദിച്ചാലുണ്ടാകുന്ന പ്രകാശം ഭൂമിയിൽ വരും. മനുഷ്യൻ്റെ കണ്ണുകൾ അങ്ങോട്ട് നോക്കുന്ന മാത്രമേ കണ്ണുകൾ അന്ധമായി പോകുന്ന ആ വലിയ ഭീമാകാരമായ പ്രകാശം മനുഷ്യൻ നോക്കാൻ പറ്റാത്ത വിധം. അങ്ങനെ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്, ഭൂമിയുടെ പ്രസവം, ഭൂമിയുടെ വേദന, പ്രപഞ്ചത്തിൻ്റെ പ്രസവം, പ്രപഞ്ചത്തിൻ്റെ വേദന, അത് ഇനി ഒരു സ്വർഗരാജ്യം എന്ന പരമസത്യം, നിത്യജീവൻ്റെ സ്ഥലം, നിത്യജീവൻ വസിക്കുന്ന സ്വർഗീയ അപ്പൻ വസിക്കുന്ന യേശു ക്രിസ്തു ജീവിക്കുന്ന, ഇവിടുന്ന് മരിച്ചോ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി നിത്യപിതാവിനോടൊപ്പം സ്വർഗത്തിലായിരിക്കുന്ന ആ സ്വർഗീയ അവസ്ഥയെ കർത്താവ് പറയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുകയാണ്. ഞാൻ സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അതിനെ പ്രിയ സഹോദരങ്ങളെ, യേശുവിനോട് ചേർന്ന് നിൽക്കുക, യേശുവിനോട് കൂടെ ആയിരിക്കുക. യേശുവിന് വേണ്ടി ഈ ലോകത്ത് എന്തെല്ലാം മാറ്റിവെക്കാമോ, എന്തെല്ലാം ഉപേക്ഷിക്കാമോ, എന്തെല്ലാം തള്ളിക്കളയാമോ, എന്തെല്ലാം കണ്ണിനും കാതിനും കൊടുക്കാതിരിക്കാമോ, എന്തെല്ലാം കണ്ണിനും കാതിനും കൊടുക്കണമോ, ഇതൊക്കെ തിരിച്ചറിവ്, വിവേകത്തിൻ്റെ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. നാം മരിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവിൽ ഏത് ആത്മാവിൻ്റെ പക്ഷിയാണ് ഉള്ളത് എന്ന് നോക്കി വേണം നാം ഉയർക്കാനും നിത്യജീവൻ പ്രാപിക്കാനും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നാം കാണുന്ന സംഭവത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചിഹ്നരൂപമായ അടയാള രൂപമായ പ്രാവ് എന്ന പക്ഷിയാണ് നാം മരിക്കുമ്പോൾ ഉള്ളത് എങ്കിൽ നമുക്ക് ഭയപ്പെടാതെ മരിക്കാം, നമുക്ക് സന്തോഷത്തോടെ ഈ ലോകത്ത് കടന്നു പോകാം. ആ ആത്മാവ്, പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയാണ് മരിക്കുന്നതെങ്കിൽ ദൈവദൂതന്മാർ
വന്ന് നമ്മളെ സംവഹിക്കും, കൂട്ടിക്കൊള്ളൂ. അതുകൊണ്ടാണ് ധനവാനും ലാസറും മരിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? ലാസറിനെ ദൈവദൂതന്മാർ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. അപ്പോൾ നാം മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ കൂട്ടാൻ ഒരു ദൈവദൂതന്മാർ നമുക്ക് കാത്തു നിൽപ്പുണ്ട്. എന്ത്? ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള വ്യക്തികൾ, അതായത് പ്രാവിൻ്റെ രൂപത്തിലുള്ള വ്യക്തികളുള്ള ആളുകൾ ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ, നിദ്ര പ്രാപിക്കുമ്പോൾ, മരിക്കുകയല്ല, നിദ്ര പ്രാപിക്കുമ്പോൾ അവരെ കൂട്ടാൻ ദൈവദൂതന്മാർ കരങ്ങളിൽ സംവഹിച്ച് കൂട്ടത്തിൽ നിന്ന് സ്നേഹിച്ചു നമ്മളെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക്, എന്ന് പറഞ്ഞാൽ സ്വർഗീയ മഹത്വത്തിലേക്ക്, നിത്യയിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ധനവാൻ മരിച്ചപ്പോഴോ അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടാണുള്ള ദൂതന്മാരും ആ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഏത് ആത്മാവാണുള്ളത്? ഏത് പക്ഷി? പ്രാവിൻ്റെ പക്ഷിയാണോ? കഴുകൻ്റെ പക്ഷിയാണോ? കാക്കയുടെ പക്ഷിയാണോ? മയിലിൻ്റെ പക്ഷിയാണോ? ഒട്ടകത്തിൻ്റെ പക്ഷിയാണോ? പക്ഷിയുടെ പക്ഷിയാണോ? താറാവിൻ്റെ പക്ഷിയാണോ? കാക്കയുടെ പക്ഷിയാണോ? പരുന്തിൻ്റെ പക്ഷിയാണോ? കഴുകൻ്റെ പക്ഷിയാണോ? അത് പ്രിയപ്പെട്ടവർ തീരുമാനിച്ചോണം, ഇപ്പോൾ തീരുമാനിച്ചോണം. എന്ത് കണ്ണുകൊണ്ട് കാണുന്നു? ആ കാണുന്നതിനകത്തൂടെ കയറി വരുന്ന ആത്മാവ്, ദുരാത്മാവ് ഏതാണ്? എന്ത് കാതുകൊണ്ട് കേൾക്കുന്നു? ആ കാതിനകത്തൂടെ കയറി വരുന്ന ആത്മാവ് ഏതാണ്? എന്ത് അതിനകത്തോട് സംസാരിക്കുന്നു? ആ സംസാരിക്കുന്ന അക്ഷരങ്ങളിലെ ആത്മാവ് ഏതാണ്? ശ്രദ്ധിച്ചോണം, പഠിച്ചോണം, ചിന്തിച്ചോണം, ബുദ്ധിപൂർവം പ്രവർത്തിച്ചോണം. ഇതാ കർത്താവിൻ്റെ വരവിൻ്റെ ഏറ്റവും അവസാനത്തെ ഈ പ്രപഞ്ചത്തിലെ ഇനിയൊരു പുതിയ യന്ത്രം കണ്ടുപിടിക്കാൻ ഭൂമിയിലില്ല. ഇനിയൊരു പുതിയ യന്ത്രത്തെക്കുറിച്ച് വിശകലനത്തിൽ എഴുതിയിട്ടില്ല. യുദ്ധ ടാങ്കുകളെക്കുറിച്ച്, ആണവ മിസൈലുകളെക്കുറിച്ച്, ഹൈപ്പർസോണിക് മിസൈലുകളെക്കുറിച്ച്, അയൺ ഡോമിനെക്കുറിച്ച്, അയൺ ഭീമിനെക്കുറിച്ച്. എവിടെയാണ് സക്രിയ പ്രവചന പുസ്തകം? സക്രിയ പ്രവചന പുസ്തകം 9-15 തിരുവചനം. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഞാൻ കഴിഞ്ഞ വർഷം വായിച്ചതാണ് പ്രിയപ്പെട്ടവരെ. അത് സക്രിയ 12:3. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: അന്ന് ഞാൻ ജെറുസലേമിനെ ഭാരമേറിയ കല്ലാക്കും, അത് പൊക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും, ഭൂമിയിലെല്ലാ ജനങ്ങളും അതിനെതിരെ ഒത്തുചേരും. കർത്താവ് അരുളിച്ചെയ്യുന്നു, അന്ന് ഞാൻ കുതിരകൾക്ക് പരിഭ്രാന്തിയും കുതിരക്കാരന്മാർക്ക് ഭ്രാന്തും വരുത്തും. ജനതകളുടെ കുതിരകളെ അന്തമാക്കുന്ന അന്ന് ഞാൻ യൂദാഭവനത്തെ കടാക്ഷിക്കും. പ്രിയപ്പെട്ട അതിൻ്റെ അർത്ഥം എന്താണ്? ജനതകളുടെ കുതിരകൾ, കുതിരശക്തിയുള്ള മിസൈലുകൾ. ആ കുതിരകളുടെ, ആ പറന്നു വരുന്ന മിസൈലുകളുടെ ഏറ്റവും മുൻവശത്ത് അതിൻ്റെ AI റോബോട്ടുകളും കമ്പ്യൂട്ടർ സംവിധാനവും ഇരിക്കുന്ന ഭാഗത്തേക്ക് അയൺ ഭീമിൽ നിന്ന് പുറപ്പെടുന്ന ലേസർ രശ്മി ഉപയോഗിച്ച് അതിന് ടോർച്ച് അടിക്കുമ്പോൾ അതവിടെ കത്തുകയും ആ കുതിരയുടെ കണ്ണ് പൊട്ടിപ്പോവുകയും ചെയ്യുന്ന, അത് കുതിരയുടെ അന്തമാക്കുന്ന എന്ന് പറഞ്ഞാൽ ആ മിസൈലുകളെ നശിപ്പിക്കുന്ന ആ സമയത്ത് എന്തു ചെയ്യും? യൂദാഭവനത്തെ കടാക്ഷിക്കും. അപ്പോൾ അവിടെ പരാജയം സംഭവിക്കുകയും ഇവിടെ യൂദാകുലം അവർ രക്ഷപ്പെടുകയും അവരുടെ പക്ഷത്ത് കർത്താവായ യേശു ക്രിസ്തുവും. അതുകൊണ്ടാണ് അന്ന് ഞാൻ ജെറുസലേമിനെ കിഴക്കുള്ള ഒലിമലയിൽ നിലയുറപ്പിക്കുമെന്ന് കർത്താവ് വന്നിരിക്കുന്നത്. 2027 മുതൽ സംഭവിക്കുന്ന 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ കളമൊരുങ്ങിയാണ് പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ടാണ്? ഞാൻ ഇന്നലെ ചോദിച്ച എൻ്റെ ക്ലാസ്സിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഇസ്രായേലിന് നേരെ ആരും ചാടി പുറപ്പെടുന്നില്ല? എന്തുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധക്കാഹളം മുഴക്കുന്നില്ല? എന്തുകൊണ്ട് ഇസ്രായേലിനെതിരെ ആരും യുദ്ധത്തിന് വരുന്നില്ല? എന്തുകൊണ്ട് ഇസ്രായേലിലേക്ക് ആരും ഇപ്പോൾ മിസൈലുകൾ അയക്കുന്നില്ല? ആ സംവിധാനങ്ങൾ ഈ ഇസ്രായേൽ എന്ന കുഞ്ഞു രാഷ്ട്രത്തെ, ഇസ്രായേൽ എന്ന ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തെ, ഇസ്രായേൽ എന്ന ആ തൻ്റെ പൊന്നോമന മക്കളെ പിതാവായ ദൈവം തിരഞ്ഞെടുത്ത് വളർത്തി, തീറ്റിപ്പോറ്റി, പാലൂട്ടി വളർത്തി, പരിപാലിച്ച് പരിപോഷിപ്പിച്ച് ഇന്നും നിലനിർത്തുന്ന ഇസ്രായേലിനെ സർവശക്തനായ ദൈവം അവരുടെ കൂടെ തന്നെ നിൽക്കും. അതിനുള്ള യന്ത്രങ്ങൾ, ഈ ലോകത്തെ മുഴുവൻ യന്ത്രങ്ങൾ കണ്ടുപിടിച്ച് ഇസ്രായേൽക്കാരാണ് കൊടുത്തിരിക്കുന്നത്. അത് മറ്റുള്ളവർ ഏറ്റെടുത്ത് സ്വന്തം രാജ്യത്തിൽ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, കർത്താവ് പറഞ്ഞ വചനത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനായി നമുക്ക് ഒരുക്കം, നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ നമുക്ക് കേരളത്തിൽ നിന്ന് കിട്ടി നമുക്ക് ഒരുങ്ങാമെന്ന് ആരും വിചാരിക്കേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഇതാണ്: എങ്ങനെയൊക്കെ നമുക്ക് ഒരുങ്ങാൻ പറ്റുമോ, ഏതെല്ലാം സ്ഥലങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഒരുക്കി വിശുദ്ധീകരിച്ചെടുക്കാൻ പറ്റിയ ധ്യാനമോ ക്ലാസ്സുകളോ തരുന്ന വ്യക്തികൾ എവിടെയാണുള്ളത് നിങ്ങൾ സ്വയം അന്വേഷിച്ച് കണ്ടെത്തുക. കാരണം നിങ്ങൾ ഒരു പാസ്പോർട്ടുമായിട്ട് ഒരു വിദേശ ഏജൻറ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ആ ഏജൻറ്റിനോട് ചോദിക്കുന്നത് കാനഡയിലാണോ ജോലി കിട്ടാൻ എളുപ്പം, അതോ UK-യിലാണോ ജോലി കിട്ടാൻ എളുപ്പം, അതോ അമേരിക്കയിലാണോ ജോലി കിട്ടാൻ എളുപ്പം എന്ന് അന്വേഷിക്കുകയാണ് നിങ്ങൾ. അപ്പോൾ അവർ പറയുകയാണ് ഏറ്റവും കൂടുതലും നല്ല ശമ്പളം കിട്ടുന്നതും ഇപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടുന്നതുമായ സ്ഥലം ഇസ്രായേലാണ്, നിങ്ങൾ അങ്ങോട്ട് പോക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പിന്നെ മറ്റൊന്നും ആലോചിക്കുക. അപ്പോൾ എത്ര ലക്ഷം കൊടുക്കണം? 20 ലക്ഷം കൊടുക്കണം. പെട്ടെന്ന് 20 ലക്ഷം ഉണ്ടാക്കി നമ്മൾ അങ്ങോട്ട് ഇസ്രായേലിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. എന്ന് പറഞ്ഞ പോലെ എൻ്റെ ആത്മാവിനെ എനിക്ക് രക്ഷിച്ചെടുക്കണം, എൻ്റെ ഭവനത്തെ എനിക്ക് രക്ഷിച്ചെടുക്കണം. എൻ്റെ ഭവനം രക്ഷപ്പെടുന്നില്ല, ഭർത്താവിൻ്റെ മദ്യപാനം അത് നിൽക്കുന്നില്ല എങ്കിൽ ഭർത്താവിനെ നോക്കണ്ട, അദ്ദേഹത്തെ പ്രാർത്ഥന കൊണ്ട് മാത്രം സ്വീകരിക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും തള്ളിക്കളയുക.
അതായത് അദ്ദേഹം അവിടെ കിടന്ന് തെറി പറയുകയോ പിന്നെ മദ്യം കഴിക്കുകയോ നശിച്ചു പോയി ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ, രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. എന്നിട്ട് കർത്താവിനാണ് സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷകളുടെ സമയത്ത് ജോസെ അല്ലെങ്കിൽ ചിന്നമേ തെയ്യാമേ നിന്നെ ഞാൻ രക്ഷിക്കും. എന്തെന്നാ നീ എൻ്റെ വചനകത്ത് നിന്നെ എന്ന് അവതരിക്കുന്നത്, നിങ്ങളെ എന്നല്ല. അത് പ്രിയമുണ്ട്. അതുകൊണ്ട് പേര് സഹോദരങ്ങളെ, നമുക്ക് മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള നമ്മുടെ കടമയും സുവിശേഷം പറയാൻ ഉള്ള സന്ദർഭവും സാഹചര്യവും ഈ 2027 കാലഘട്ടം വരെയുള്ളൂ. അതിനുശേഷം ഇതൊക്കെ നിന്നുപോവുകയും നിർത്തിക്കളയുകയും ചെയ്യുന്ന പശ്ചാത്തലം വരും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരുങ്ങിക്കോ. അയൺ ബീം റെഡി ആയിട്ടുണ്ട്. ഇനി വരുന്ന ആണവ മിസൈലുകളെ ബഹിരാകാശത്ത് വെച്ചും ആകാശത്ത് വെച്ചും കത്തിച്ച് അവിടെ സ്ഫോടനം നടത്തും. കാരണം ഭൂമിയിൽ സ്ഫോടനം നടന്നാൽ അത് മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായിരിക്കും. 1 കോടി ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂട് അനുഭവപ്പെടും. ഭൂമിയിലെ സമസ്ത വസ്തുക്കൾ കത്തിനശിക്കും. 1 പത്രോസ് വചനം 3-4 ആ വചനോട് പത്രോസിൻ്റെ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും കത്തിനശിക്കും, മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും. അത് കർത്താവ് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആണവ സ്ഫോടനത്തെക്കുറിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ സ്ഫോടനം നടന്ന് ചാമ്പലാകണമെങ്കിൽ എന്തെല്ലാം ഉപകരണങ്ങൾ വേണം? ഈ നാഹും പ്രവാചകൻ പറഞ്ഞതുപോലെ എന്താണ് ഹബക്കൂക്ക് 3:10, നാഹും 2:4 ആ വചനത്തിൽപ്പെട്ട യന്ത്രങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട സാഹചര്യം ഇപ്പോൾ ഈ പശ്ചാത്തലത്തിൽ 2025 റെഡിയായെങ്കിൽ ഇനി അധികം കാലമില്ല ഇതെല്ലാം ഉപയോഗിച്ച് ഒരു യുദ്ധം നടക്കാൻ. അധികം സമയമില്ല ഇനി നമ്മുടെ മുമ്പിൽ ഒരു ദീർഘകാലം മുന്നോട്ട് പോകാൻ. നമുക്കിനി ഒരു കോഴ്സ് പഠിക്കാൻ സമയമില്ല, നമുക്കിനി വിദേശ ജോലി തേടുവാൻ സമയമില്ല, അവിടെ എത്തിപ്പെടാൻ സമയമില്ല. ആകെപ്പാടുള്ള സമയം എന്താണ്? എനിക്കൊന്ന് ഒരുങ്ങാൻ, എനിക്കൊന്ന് തയ്യാറാകാൻ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം എന്താ പറഞ്ഞ് 23:49 എന്താ പറഞ്ഞ്? ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും തയ്യാറായിരിക്കണം. എന്തെന്നാൽ യേശുവിൻ്റെ 2ാമത്തെ വരവ് ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഓരോ ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത്. അയൺ ഡോമുകൾ, അയൺ ബീമുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ, ആണവ മിസൈലുകൾ, പാറ്റേൺ ടാങ്കുകൾ, അതിൻ്റെ വെടിക്കോപ്പുകൾ, അതിൻ്റെ ഉപകരണങ്ങൾ, അതിൻ്റെ പട്ടാള സംവിധാനങ്ങൾ, അതിൻ്റെ ലേസർ രശ്മികൾ എല്ലാം അതിൻ്റെ എയർ റോബോട്ടുകൾ എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ സർവശക്തനായ ദൈവം എഴുതി വെച്ച എല്ലാ യന്ത്രങ്ങളും ഇതോടെ പൂർത്തിയായി. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, എല്ലാം പൂർത്തിയായി. ഇനിയൊന്നും പൂർത്തിയാകാനില്ല, കണ്ടുപിടിക്കാനില്ല. ഇനി അങ്ങ് ആരംഭിച്ചാൽ മതി. തൃശ്ശൂർ പൂരം പോലെ നമ്മൾ അതിൻ്റെ വെടിക്കെട്ടങ്ങ് ആരംഭിച്ചാൽ എല്ലാം ഒന്നായി സ്റ്റെപ്പായിട്ട് അങ്ങ് പോയിക്കോളും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇതിനപ്പുറത്തേക്കൊന്നും പറയാൻ പറ്റില്ലാത്ത അവസ്ഥയാണ് കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇത് ബോധവാന്മാരാകുക. ബുദ്ധിയുടെ തലത്തിലും ആത്മാവിൻ്റെ തലത്തിലും വിവേകത്തിൻ്റെ തലത്തിലും ഇത് വിവേചിച്ചറിഞ്ഞ് ഗ്രഹിച്ചുകൊള്ളുക. എന്താണ് ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ, ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ ഇവയെല്ലാം ഗ്രഹിച്ചുവോ എന്ന് ചോദിച്ചു. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഉവ്വ് കർത്താവേ എന്ന് പറഞ്ഞു. പക്ഷേ എന്തായിരുന്നു ഗ്രഹിക്കുക എന്നുള്ളത് പോലും ആർക്കറിയത്തില്ല. അപ്പോൾ ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്, ഇപ്പോൾ ഇവിടെ എന്താണ് ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ? മനസ്സിലായെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, മനസ്സിൽ ആകുന്നതാണ് മനസ്സിലാവുക. അതൊരു ബുദ്ധിയുടെ തലത്തിലാണ് മനസ്സുകൊണ്ടായോ മനസ്സിലായോ ചോദിച്ചു. എന്നാൽ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാലോ, ഈ വക കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒറ്റ സെക്കൻഡിൽ ഒരു കാര്യത്തെ തൻ്റെ ബുദ്ധിയിലും മനസ്സിലും ആത്മാവിലും സംഗ്രഹിച്ച് അതിനെ അംഗീകരിക്കുന്നതാണ് ഗ്രഹിക്കുക എന്നുള്ളത്. ഒറ്റ സെക്കൻഡിൽ കാര്യം ബോധ്യമാണ്. അപ്പോൾ ഇതാണ് യേശുവിൻ്റെ വരവ് ആയി, യേശുവിൻ്റെ 2ാം വരവ് ഉടൻ എന്ന് പറയുമ്പോൾ അത് അതേപടി അംഗീകരിക്കുന്നു, അതേപടി അത് ഗ്രഹിക്കുന്നു, മനസ്സിലാക്കുന്നു. പിന്നെ നമ്മൾ ചോദിക്കണം, പിന്നെ എങ്ങനെ? അടുത്ത ചോദ്യം, അതിങ്ങനെ എന്ന് പറയുമ്പോൾ അതും ഒറ്റ സെക്കൻഡിൽ ബോധ്യമാവുക, മനസ്സിലാവുക, ഗ്രഹിക്കുക. അതാണ് ഗ്രഹിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഒറ്റ സെക്കൻഡിൽ ഇവയെല്ലാം ഗ്രഹിച്ചാൽ നമുക്കൊരു രക്ഷ കിട്ടും. രക്ഷയ്ക്കായിട്ട് യേശു കരങ്ങൾ ഉയർത്തി നമ്മളെ അനുഗ്രഹിക്കുവാൻ തയ്യാറായി. ഏകദേശം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ എൻ്റെ പൊന്നുമക്കളെ, എൻ്റെ പൊന്നു ഇസ്രായേൽ ജനമേ, എൻ്റെ കത്തോലിക്കാ സഭയെ, എൻ്റെ ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങളെ, നിങ്ങളെല്ലാവരും രക്ഷപ്പെട്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കണം, അവിടെ എത്തിപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അങ്ങോട്ട് എത്തിപ്പെടുക എന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ പരിശ്രമിച്ചാൽ, നമ്മൾ ബോധവും ശ്രമിച്ചാൽ നമുക്ക് നിത്യജീവൻ സ്വന്തമാക്കാവുന്നതാണ്, സ്വന്തമാക്കാൻ സാധിക്കും. ഒരു പ്രശ്നമില്ല. യേശുവെ എന്ന് വിളിച്ച് ഹൃദയപൂർവ്വം ചെന്നാൽ യേശു തിരിഞ്ഞു നിന്ന്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? വഴി സൈഡിൽ 2 അന്ധന്മാരിരുന്നപ്പോൾ ചോദിച്ചു, അവർ നസ്രായനായ യേശുവേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ, അങ്ങോട്ട് കരുണയായിരിക്കണമേ എന്ന് അവർ നിലവിളിച്ചു, കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു. അപ്പോൾ യേശു ഇവിടെ നിന്നിട്ട് തിരിഞ്ഞു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് കാഴ്ച വീണ്ടും കിട്ടണം. അപ്പോൾ അവിടെ പറഞ്ഞ ഒരു ബുദ്ധി നിങ്ങൾ ആലോചിച്ചു. കാഴ്ച ഉണ്ടായിരുന്ന കാഴ്ച നഷ്ടപ്പെട്ടു പോയി, ഇല്ലാതെ പോയി. ആ കാഴ്ചയെ ഞങ്ങൾക്ക് വീണ്ടും കിട്ടണമെന്നാണ് പറഞ്ഞത്, അല്ലാതെ പുതിയൊരു കാഴ്ച തരണമെന്നല്ല അവർ പറഞ്ഞത്. കർത്താവെ ഞങ്ങൾക്ക് കാഴ്ച വീണ്ടും കിട്ടണമെന്ന്. അപ്പോൾ ഇവരുടെ കാഴ്ച ശക്തി കണ്ണ് എന്നാണ് അന്ധമായി പോയത്?
അവന് ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്, അവർ നിലവിളിച്ചത്. അതിനകത്ത് വലിയ നിഗൂഢ രഹസ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താണ് ദാവീദിന്റെ പുത്രനെ വിളിച്ചത്? അവരൊരു കാലത്ത്, ജീവിച്ചിരുന്ന കാലത്ത്, അവർ ദാവീദിന്റെ പുത്രനായ യേശു വരുമെന്നും അത് യുവതി ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുന്നവൻ എമ്മാനെന്ന് വിളിക്കപ്പെടുമെന്നും അവൻ ലോകത്തിൻ്റെ രക്ഷകനാണെന്നും അവനാണ് സർവശക്തനായ യേശു ക്രിസ്തുവെന്നും ദൈവമെന്നും ലോകരക്ഷകനെന്നും അവർ പണ്ട് യഹൂദ നിർമ്മങ്ങളിൽ കൂടെ വായിച്ചിരുന്നു, അവരറിഞ്ഞിരുന്നു. പക്ഷേ ആ ദൈവമാണ്, ആ കേട്ട ദൈവമാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ അവർക്ക് ബുദ്ധിമണ്ഡലത്തിൽ മനസ്സിലായി. ഒറ്റ സെക്കൻഡിൽ അവർ വികരിച്ചിട്ട് പറഞ്ഞു, ദാവീദിന്റെ പുത്ര എന്നെ കരണമേ. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ്, നമ്മൾ ഈ സുവിശേഷമൊക്കെ ഇത്ര കാലം കേട്ടു, അപ്പോൾ ദാവീദിന്റെ പുത്രനായ യേശുവെ ഞങ്ങൾ കരണം പറഞ്ഞ് നമ്മൾ പോകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് എൻ്റെ കീശ കിടക്കുന്ന ഒരു സംഭവമാണ് യേശു. താക്കൽ വെച്ച് പൂട്ടി സക്കരാരി പൂട്ടിക്കഴിഞ്ഞാൽ അതിനകത്തിരുന്നു, നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് തുറന്ന് ഉപയോഗിക്കാം. അപ്പോൾ അതങ്ങനെയും വരുള്ളൂ നമ്മുടെ അടുത്ത് യേശു. അങ്ങനെയുള്ളൊരു യേശു ആണോ നമ്മുടെ യേശു? അപ്പോൾ ഇവർ കണ്ടപ്പോൾ ഇവരുടെ കണ്ണെങ്ങനെയാണ് പൊട്ടിപ്പോയത്? അത് ചിന്തിക്കണം. ഇന്നും മനുഷ്യൻ്റെ കണ്ണ് മുഴുവൻ പൊട്ടിപ്പോയ കണ്ണുകളാണ് ഇന്ന് കേരള സഭയിലും ഭാരതസഭയിലും ആഗോള സഭയിലും ലോകം മുഴുവനുള്ള. എന്തുകൊണ്ട് കണ്ണു പൊട്ടി? ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടു, യേശുവിനെ നഷ്ടപ്പെട്ടു, വിശ്വാസം നഷ്ടപ്പെട്ടു, വിശുദ്ധി നഷ്ടപ്പെട്ടു, ജ്ഞാനം നഷ്ടപ്പെട്ടു, വിവേകം നഷ്ടപ്പെട്ടു, വിശുദ്ധി നഷ്ടപ്പെട്ടു, സ്നേഹം നഷ്ടപ്പെട്ടു, എളിമ നഷ്ടപ്പെട്ടു, വിധേയത്വം നഷ്ടപ്പെട്ടു, നിയമങ്ങൾ, ആത്മീയ നിയമങ്ങൾ നഷ്ടപ്പെട്ടു. അതെല്ലാം പുല്ലുവില കൊടുത്തു മറ്റെന്തൊക്കെയോ സ്വീകരിച്ചു കൊണ്ടപ്പോൾ നമ്മുടെ കണ്ണുകൾ അന്ധമായി പോയി. അതുകൊണ്ട് കർത്താവേ എന്നിൽ കനിയണമേ, ദാവീദിന്റെ പുത്ര എൻ്റെ ഈശോയെ അങ്ങയുടെ തിരുത്വം ഉപയോഗിച്ച് എന്നെ കഴുകണമേ, എൻ്റെ പാപത്തെയും മാലിന്യത്തെയും എടുത്തു മാറണമേ എന്ന് നിങ്ങളെപ്പം വിളിച്ചു പറയുന്നോ ആ നിമിഷം നിങ്ങളുടെ ഹൃദയം വിശുദ്ധി കൊണ്ട് നിറയും. നിങ്ങളുടെ പാപങ്ങൾ കർത്താവ് ഏറ്റെടുക്കും, നിങ്ങളുടെ തിന്മകൾ കർത്താവ് പൊറുക്കും, എന്നിട്ട് നിങ്ങൾക്ക് നിത്യജീവൻ തരും. അതിനാ പ്രിയ സഹോദരങ്ങളെ, ഇതാ യേശുവിൻ്റെ വരവിൻ്റെ മുന്നോടിയായി ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട എല്ലാ യന്ത്രങ്ങളും കണ്ടുപിടിക്കപ്പെട്ട് ഇനി ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരുക്കം അണിയറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗോഗ് മാഗോഗ് എന്ന 2 ടീമുകൾ ഇപ്പോൾ ലോകത്ത് ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ചർച്ചകൾ ഭൂമിയിൽ രഹസ്യമായും പരസ്യമായും സംഭവിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ഇതാ ആഗോള മൂന്നാം ലോക മഹായുദ്ധം അടുത്തെത്തി. ഇനിയെങ്കിലും നാം ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരേണ്ടതുപോലെ വരണം. ഇപ്പോൾ വന്നതും ഇപ്പോൾ വിശ്വസിച്ചൊന്നും പോരാ പോരാ പോരാ, ഈ രീതിയിലല്ല. വെളിപാടിൻ ഗ്രന്ഥം 22-ാം 14-ാം തിരുവചനത്തിൽ വിശുദ്ധ പരിശുദ്ധാത്മാവ് എഴുതി വെച്ച ആ രീതിയിൽ നീ ഒരുങ്ങണം, ആ രീതിയിൽ നീ രൂപാന്തരപ്പെടണം. ജീവന്റെ വർഷത്തിൽ അവകാശം ലഭിക്കാനും കവാടങ്ങളെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അംഗികൾ കഴി വിശദീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ അനുഗ്രഹീതരാണ്. ആ വചനം വെച്ച് ഒരു മൃതിയെ മുന്നേ കാണണം പ്രിയ സഹോദരങ്ങളെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു തിരുത്തം നമ്മെ സകല പാപത്തിനും അശുദ്ധിനും മ്ലേച്ഛത്തിനും വിടുവിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു തിരുവചനം നമ്മുടെ ആത്മാവിൽ തീപ്പന്തമായി മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തു ശക്തി എന്നിൽ നിറയട്ടെ. ഞാനൊരു തീപ്പന്തമായി, ഒരു അനുഭവമായി ക്രിസ്തുവിന് സുവിശേഷം പ്രവേശിക്കുന്ന മകനായി മകളായി കത്തിജ്വലിക്കാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവനെ വെടിയുവാൻ നിങ്ങൾ തയ്യാറായിട്ട് വരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതിനെ ക്രിസ്തുവിൻ്റെ ആത്മീയ വിശുദ്ധിയിലേക്ക് നടന്നെടുക്കണം. ക്രിസ്തു എന്ന ആ മഹസത്യത്തിലേക്ക് നാം കാലെടുത്ത് വെക്കണം പ്രിയ സഹോദരനെ. അതിൻ്റെ കാലഘട്ടം ഇത്ര ശക്തമായി പറയുന്നത് എന്താണെന്ന് അറിയാമോ? അയൺ ബീമുകൾ റെഡിയായി. ഇനി ഒരു മിസൈൽ എങ്ങോട്ട് വന്നാലും എവിടെ വെച്ചുകൊണ്ടും കത്തിച്ച് സ്ഫോടനം നടത്തുവാൻ മാത്രം ലോകം അതിൻ്റെ സാങ്കേതിക വിദ്യയിൽ വളർന്നു കഴിഞ്ഞു. അപ്പോൾ യുദ്ധം അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരിക. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞ ആ വചനവും നമ്മൾ ആലോചിക്കണം. ദാനിയേൽ പ്രവചന പുസ്തകം 11-ഉം 12-ഉം അധ്യായം എടുത്തു വെച്ച് വായിക്കണം പ്രിയപ്പെട്ടവരെ. 10-ാം അധ്യായം പോലും വായിക്കണം ദാനിയേൽ പ്രവചനം. അവിടെ ഇനി നടക്കാൻ യുദ്ധത്തെക്കുറിച്ച് 3000 വർഷം മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് വ്യക്തമായിട്ട്. എങ്ങനെയാണ് മൂന്നാം ലോകമായുദ്ധം നടക്കുന്നത്? അത് ഉത്തരദേശത്തെ രാജാവ് ദക്ഷിണദേശത്തെ രാജാവിനെതിരെ വരും, ദക്ഷിണദേശത്തെ രാജാവ് ഉത്തരദേശത്തെ രാജാവിനെതിരെ പുറപ്പെടും. അവർ പരസ്പരം ആക്രമിക്കും, എന്നാൽ അവർ ചതിക്കപ്പെടും. അങ്ങനെ ആദ്യത്തെ വ്യൂഹം പിടിക്കപ്പെടും. ആ പിടിക്കപ്പെടുമ്പോൾ അവൻ കൂടുതൽ സന്നാഹമായി 2-ാം വട്ടവും വന്ന് ഉത്തരദേശത്തെ രാജാവുമായി ഏറ്റുമുട്ടും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ വചനം, അതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ വരണം പ്രിയപ്പെട്ടവരെ, ക്ലാസ് പറഞ്ഞു തരാം. അതിനെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒരുങ്ങാൻ സമയം കടന്നുപോയി. ഇനി മുമ്പിൽ നമ്മുടെ സമയമില്ല. ശരിക്കൊന്ന് വിശദീകരിക്കുവാൻ, ശരിക്കൊന്ന് പരിശുദ്ധി കൊണ്ടുവരാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. കാരണം നമുക്ക് ക്രിസ്തുവിനെ വേണ്ട, നിത്യജീവൻ വേണ്ട, നമുക്ക് നിത്യരക്ഷയും വേണ്ട. ഇപ്പോഴുള്ള അവസ്ഥ സുന്ദരമായിട്ട് പോയത്. ഇപ്പം നല്ല ശമ്പളമുണ്ട്, നല്ല ആഹാരമുണ്ട്, നല്ല സമാധാനമുണ്ട്, ഇഷ്ടംപോലെ പൈസ അയക്കുന്നുണ്ട്, ഇഷ്ടംപോലെ തിന്നാനുണ്ട്, ഇഷ്ടംപോലെ കേൾക്കാനുണ്ട്, ഇഷ്ടംപോലെ കേൾക്കാനുണ്ട്, ഇഷ്ടംപോലെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇപ്പം നമുക്ക് പ്രശ്നമില്ല. ഇതൊന്നും വിഷയമല്ല. യേശു വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, സ്വർഗമുണ്ടോ അത് അതിൻ്റെ വഴിക്ക് പോട്ടെ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. എനിക്കൊന്നും പ്രശ്നമല്ല. ഇത്
അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നോ മക്കളെ നിങ്ങൾ? ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഇനിയൊരു പുതിയ യന്ത്രം കണ്ടുപിടിക്കാൻ വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതിയിട്ടില്ല. വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതാത്ത ഒരു യന്ത്രങ്ങളും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുമില്ല. ആ സ്ഥിതിക്ക് ഇനിയുള്ളത് യേശുവിൻ്റെ വരവാണ്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള യുദ്ധത്തിലേക്ക് ലോകം എടുത്ത് മാറ്റപ്പെടാൻ പോവുകയാണ്. അതിനെ പരിസരങ്ങളെ കർത്താവ് യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തർ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.